നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ. അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയേ അടങ്ങൂ എന്ന് CPM വാശി പിടിക്കുമ്പോൾ അതിന്റെ കഥ കൂടി ഒന്ന് സംസാരിക്കണമല്ലോ. അതിനുള്ള സാഹചര്യവും 3 കേസുകളാണ് രാഹുലിന് എതിരെ വന്നത്, ഇതുവരെ കേസുകളായിട്ട് വന്നത്. അതിൽ 3ാമത്തെ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തിരുന്നു. അതിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയിട്ടില്ല. അതുപോലെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് സജീവ രാഷ്ട്രീയമായി ഇറങ്ങിയിട്ടുമില്ല. അതിനർത്ഥം അദ്ദേഹം രാഷ്ട്രീയ വനവാസം നടത്തുന്നൊന്നല്ല. അദ്ദേഹം സജീവമായി തന്നെ രാഷ്ട്രീയത്തിലുണ്ട്. കോൺഗ്രസ് നേതൃത്വം അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ട്. പാലക്കാട് അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി സമ്മതത്തോടു കൂടി മാത്രമേ സ്ഥാനാർത്ഥിയെ നിർത്തൂ എന്നുള്ള നിലയിലേക്കും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇലക്ഷനിൽ മത്സരിക്കില്ല എന്ന് തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി സ്വീകാര്യനായ ആൾക്കാരെ എവിടെയെങ്കിലുമൊക്കെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അദ്ദേഹം എവിടെയെങ്കിലും കയറി സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വല്ല മത്സരിച്ചാൽ, കോൺഗ്രസ്സുകാരനല്ലല്ലോ, ഇപ്പൊ ഒരു പാർട്ടിയിലില്ലല്ലോ, മത്സരിക്കാൻ തടസ്സമൊന്നുമില്ലല്ലോ. അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ പണി വാങ്ങും എന്ന് മനസ്സിലായപ്പോൾ രാഹുലിനെ കൂടെ നിർത്തി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകണത്. അവരുടെ പാർട്ടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണത്. ഒളിവ് ജീവിതത്തിന് ശേഷം പുറത്തു വന്നതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു സാഹചര്യം ഒത്തു വന്നില്ല എന്ന് പറയുന്നതാണ് ശരി. പക്ഷെ അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോ CPM ആയിട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് മന്ത്രി വീണ ജോർജ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥ നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിലും വീണ ജോർജിന്റെ കഥ ധാരാളം സംസാരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അത് തന്നെയാണ് കേരളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ ആരോഗ്യരംഗത്തിന്റെ പടവലങ്ങ പോലെയുള്ള വളർച്ച, അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വളർച്ചയുടെ ഫലമായി അവസാനം ഇപ്പോൾ ഒരു വനിതയുടെ ശരീരത്തിൽ നിന്ന്, ഒരു വീട്ടമ്മയുടെ ശരീരത്തിൽ നിന്ന്, വയറിൽ നിന്ന് 5 വർഷം മുമ്പ് ഡോക്ടർമാർ മറന്നുവെച്ച കത്രിക വീണ്ടെടുക്കുന്ന നിലയിലേക്ക് തന്നെ വന്നു. അത്തരത്തിൽ ധാരാളം കേസുകൾ. മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ പറഞ്ഞതാണ്, സർജിക്കൽ എക്യുപ്മെന്റ്സ് കാണാനില്ല, എവിടെയും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ സർജറി നടക്കുമ്പോൾ ഓരോ രോഗികളുടെ വയറിൽ സൂക്ഷിക്കാനായി വെച്ച് മറന്നു കൊടുക്കുന്നതാണോ എന്നാണ്. അതുകൊണ്ടാണ് ഈ കാണാതാകുന്നത് എന്നുകൂടി ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. കഴിഞ്ഞ 10 വർഷത്തെ ആരോഗ്യ സംരക്ഷണ മേഖല അത്രത്തോളം കെങ്കേമമാണ്. ആരോഗ്യരംഗം കെങ്കേമമാണ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചികിത്സയ്ക്ക് വിദേശത്തേക്ക് പോകുന്നത്. ഇവിടെ സാധാരണക്കാരായ ഞാനും നിങ്ങളും അടക്കമുള്ളവർ ഇവിടെ ചികിത്സയ്ക്ക് പോകുന്നത് ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിലാണ്. അവിടെ ചികിത്സയൊന്നുമില്ല എന്നുള്ളതിന് തെളിവ് എടുത്തു കാണിക്കാൻ വേണ്ടി ഈ സമീപകാലത്തുള്ള തെളിവുകൾ ഇല്ലായിരുന്നു. ആ ഒരു കുറവാണ് മന്ത്രി വീണ ജോർജ് ആയിട്ട്, അതായത് അതേ ആരോഗ്യമന്ത്രി തന്നെ എടുത്തു കാണിച്ചു കൊടുത്തത്. അതാണ് വളരെ മനോഹരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, ഇപ്പൊ ലാസ്റ്റ് ഇട്ട പോസ്റ്റിലൂടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ആ പോസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കാനുണ്ട്. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെക്കുറിച്ച് സാധാരണക്കാർ പറയുന്ന എല്ലാ വീഴ്ചകളും ശരിവെക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യം കഴുത്തിൽ തട്ടി ഗുരുതരമായി കഴുത്തുളുക്കിയ വീണ മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. 5.5 മണിക്കൂറോളം വീണ മന്ത്രിയെ പരിശോധിച്ചിട്ടും രോഗം കണ്ടെത്താനാകാതെ അവിടെ കിടത്തി. MRI മെഷീൻ പോലും ഇല്ലാത്ത കാരണത്താൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് വിശദമായി പരിശോധിച്ചിട്ടും സംഭവം എന്തോ വലിയ ഗുരുതരമാണ് എന്ന് മനസ്സിൽ ആയതല്ലാതെ പരിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് ഭേദമായതുമില്ല. 2 ദിവസം ക്ഷമിച്ച മന്ത്രി ഒടുവിൽ ഇന്ന് ഡിസ്ചാർജ് സമയത്തിന് മുമ്പ് വെളുപ്പിന് 4 മണിക്ക് തന്നെ ഡിസ്ചാർജ് വാങ്ങി പോകുന്നു. മിഞ്ഞാരത്തിൽ ശോഭനയ്ക്ക് വന്നതിന് ശേഷം ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിൽ ഉള്ള വീണ മന്ത്രിക്ക് കഴുത്തിലെ ആ ഗുരുതര പരിക്ക് ഉണ്ടായിട്ടും ഒരു എയർ ആംബുലൻസ് പോലും ക്രമീകരിക്കാതെ റോഡിൽ കൂടി 400-ൽ അധികം കിലോമീറ്റർ കാറിൽ തന്നെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നു. സർക്കാർ ആശുപത്രിയിൽ പോയ സാക്ഷാൽ ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? വെറുതെയല്ല പൈസയുള്ളവർ ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകുന്നത് എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന് തന്റെ ശക്തി ഇതുവരെ ചോർന്നു പോയിട്ടില്ലായിരുന്നു. കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ തനിക്ക് അറിയാമെന്നും തെളിയിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ നോക്കൂ. മുദ്രാവാക്യം കഴുത്തിൽ തട്ടി ഗുരുതരമായി കഴുത്തുളുക്കിയ വീണ മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഈ ഒറ്റ വാചകത്തിൽ നിന്ന് തന്നെ സംഗതി വ്യക്തമാണ്. അതായത് അവിടെ KSU പ്രവർത്തകർ ആരും തന്നെ മന്ത്രിയെ തല്ലിയിട്ടില്ല, മന്ത്രിയുടെ അടുത്തേക്ക് പോയിട്ടില്ല. ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന CCTV ദൃശ്യങ്ങളും അത്തരം ഏതെങ്കിലും ഒരു ദൃശ്യം ഹാജരായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ സ്വർണമൊക്കെ ഇനാം തരാമെന്ന് KSU വീമ്പിളക്കൊണ്ടിരിക്കുന്നതും ഇതേ കാരണത്താലാണ്. അത് പച്ചയ്ക്ക് ഇതിലും മനോഹരമായി അവതരിപ്പിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞുകൊണ്ടെന്നില്ല. ഏതായാലും അവിടുത്തെ ജില്ലാ ആശുപത്രിയിലെ
ഒരു കെടുകാര്യസ്ഥത അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 5.5 മണിക്കൂറോളം വീണ മന്ത്രിയെ പരിശോധിച്ചിട്ടും രോഗം കണ്ടെത്താനാകാതെ അവിടെ കിടത്തി MRI മെഷീൻ പോലും ഇല്ലാത്ത കാരണത്താൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അതായത് ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു രോഗിയെ പരിശോധിക്കാൻ, അല്ല അത്യാസന്ന നിലയിലുള്ള ഒരു രോഗിയെ വീണ മന്ത്രിയെ കൊണ്ടുവന്നിട്ട്, അടികൊണ്ട് വീണതാണല്ലോ, അങ്ങനെ വന്നിട്ട് പരിശോധിച്ചിട്ട് എന്തെങ്കിലും പരിക്കുകളുണ്ടോ, എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു ജില്ലാ ആശുപത്രിയിൽ കഴിയുന്നില്ല എന്നാണ്. ആർക്കാണ് പരിശോധന? ആരോഗ്യമന്ത്രിക്കാണ്. ആരോഗ്യമന്ത്രിക്ക് പോലും ചികിത്സിക്കാനുള്ള സംവിധാനം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ മറ്റുള്ളവർ അവിടെ എത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. അങ്ങനെ ജില്ലാ ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്നിട്ട് കാര്യമില്ല എന്നും അവിടെ നിന്ന് മറ്റു ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുമെന്നും തെളിയിക്കുകയാണ്. അതാണ് അവിടെ പരിശോധന 4-5 മണിക്കൂർ പരിശോധന നടത്തിയിട്ട് ഒന്നും കണ്ടെത്താനാകാതെ അവസാനം ഒരു MRI, ഒരു സ്കാനിങ് പോലും നടത്താൻ കഴിയാതെ ജില്ലാ ആശുപത്രിയാണ്. മനസ്സിലാക്കണം, ഒരു ജില്ലയുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കേണ്ട ഒരു ആശുപത്രി, മെഡിക്കൽ കോളേജിന് തൊട്ട് മുമ്പുള്ള ഒരു ആശുപത്രി, നമ്പർ 1 ആരോഗ്യ കേരളമാണ്. അങ്ങനെ പ്രസ്താവിച്ചിട്ടുള്ള ആ മന്ത്രിസഭയിലെ അങ്ങനെ പറഞ്ഞ മന്ത്രി, ആ മന്ത്രിയുടെ ഗതിയാണിത്. അപ്പൊ ആ ഗതിയിൽ അവിടെ നിന്ന് ഒരു ചികിത്സയും ലഭിക്കാതെ, എന്താണ് രോഗമെന്ന് കണ്ടെത്താൻ സാധിക്കാതെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് നാട് വിടേണ്ടി വന്നു എന്നാണ് മന്ത്രി തന്നെ അവിടെ പറയുന്നത്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ എടുത്തു പറയുന്നത്. അത് തെളിവ്, ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടി? പരിയാരം മെഡിക്കൽ കോളേജിൽ വിശദമായി പരിശോധിച്ചിട്ട് സംഭവം എന്തോ വലിയ ഗുരുതരമാണെന്ന് മനസ്സിലായതല്ലാതെ അത് ശരിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് ഭേദമായതുമില്ല. പരിയാരം മെഡിക്കൽ കോളേജ് CPMന്റെ സ്വന്തം മെഡിക്കൽ കോളേജ്, അവിടെ കേരളത്തിൽ നമ്പർ 1 എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആരോഗ്യ കേരളം, ആരോഗ്യ നമ്പർ 1, ലോകത്തെ തന്നെ അവാർഡും അതും ഇതുമെല്ലാം വാങ്ങിക്കൂട്ടിയ, ലോകത്തെ ഏറ്റവും വലിയ മെഡിക്കൽ സംവിധാനങ്ങളും എല്ലാം ഉള്ള, ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നുന്ന, ഏറ്റവും കൂടുതൽ മരുന്ന് വിപണനം നടക്കുന്ന, ഏറ്റവും കൂടുതൽ എല്ലാം നടക്കുന്ന ഈ കേരളം, ആ കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ പോയിട്ടും അവിടെ പരിശോധിച്ചിട്ടും, അവിടെ എങ്ങനെയൊക്കെ പരിശോധിച്ചിട്ടും അവരുടെ രോഗം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എവിടേക്കാണ് അടി കൊണ്ടതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴുത്തിന് വേദന ഉണ്ടെന്ന് പറഞ്ഞ വേദന എവിടെ നിന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൈ ആരോ തല്ലി ഒടിച്ചെന്ന് പറയുന്നുണ്ട്, അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ യാതൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഗതി അല്ലെ? ഒരു മന്ത്രി ഈ വകുപ്പെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, 3.5 കോടി ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു ആരോഗ്യ മന്ത്രിയുടെ ഗതി ഇതാണ് എന്നുണ്ടെങ്കിൽ എന്താ കൂടുതൽ പറയാ അല്ലെ? 2 ദിവസം ക്ഷമിച്ച മന്ത്രി ഒടുവിൽ ഇന്ന് ഡിസ്ചാർജ് സമയത്തിന് മുമ്പ് വെളുപ്പിന് 4 മണിക്ക് തന്നെ ഡിസ്ചാർജ് വാങ്ങി പോകുന്നു. മന്ത്രി ആയാലും മനുഷ്യനല്ലേ? സാധാരണക്കാർ ചെന്നിട്ട് ചികിത്സയും കിട്ടില്ല, മരുന്നുമില്ല, സർജറി ചെയ്താൽ ഇനി അതിന് മറന്നു വെക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ സർജറി, പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കൈക്ക് പരിക്കേറ്റിഞ്ഞാൽ കൈ മുറിച്ചു പോണ അവസ്ഥ, ഇങ്ങനെ ഒരുപാട് അവസ്ഥകളിവിടെ ഉണ്ട്. കാലിന്റെ പെരുവിരലിന് പ്രശ്നം ഉണ്ടെങ്കിൽ നാക്ക് കെട്ടിയും, നാക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാലിന്റെ വിരൽ മുറിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ചികിത്സാ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ചികിത്സ നടത്തുന്നു അറിഞ്ഞിട്ടും നമ്പർ 1 കേരളം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മന്ത്രി അവസാനം സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ ഇറങ്ങിയെന്ന് പാഞ്ഞു എന്നാ പറയണേ. അതായത് അവിടുന്ന് ഡിസ്ചാർജിന്റെ സമയം പോലും നോക്കിയിട്ടില്ല. ഡിസ്ചാർജിനൊക്കെ ഒരു സമയമുണ്ട്, ആ സമയമൊന്നും നോക്കാതെ പുലർച്ചെ വെളുപ്പിന് 4 മണിയായപ്പോ മുങ്ങിയെന്ന്. സർക്കാർ ആശുപത്രിയിലെ ആരോഗ്യമന്ത്രിക്കാലും ജീവനിൽ പേടിയുണ്ടാവുമല്ലോ. നോക്കാം. മിന്നാരത്തിൽ ശോഭനയ്ക്ക് വന്നതിന് ശേഷം ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലുള്ള വീണ മന്ത്രിക്ക് കഴുത്തിലെ ആ ഗുരുതര പരിക്കുണ്ടായിട്ടും ഒരു എയർ ആംബുലൻസ് പോലും, അതാണ് അതിന്റെ രസം. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് 4 മണിക്ക് മന്ത്രി മുങ്ങി, ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മുങ്ങിയത്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഇനി ഇവിടെ നിന്ന പണി പാളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രി മുങ്ങി. എന്നാൽ അങ്ങനെ മുങ്ങുമ്പോ കുറച്ച് പോലീസുകാരും കുറച്ച് ആൾക്കാർക്ക് കൂടെ എന്തായാലും ഉണ്ടാവുമല്ലോ. അവരാരും ഒരു എയർ ആംബുലൻസോ അല്ലെങ്കിൽ മറ്റെന്തോ അതുപോലെ ഒന്നും തന്നെ പരിഹരിച്ചു കൊടുത്തിട്ടില്ല. അത്രത്തോളം ഗുരുതരമാണ്, മാരകമാണ്. കാരണം ICUയിലാണ് കിടന്നിരുന്നത്. അത്രത്തോളം ഗുരുതരമായ അവസ്ഥയിൽ കിടന്നിരുന്ന മന്ത്രിയെ അവിടെ നിന്ന് ഇറക്കി എയർ ആംബുലൻസിൽ വല്ലതും യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് കൊള്ളാവുന്ന ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിക്കേണ്ട സ്ഥാനത്ത് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ സ്വന്തം കാറിൽ യാത്ര ചെയ്ത് 400 കിലോമീറ്റർ ഈ ലഡാക്ക് റോഡിലൂടെ, പണി നടക്കുന്ന റോഡിലൂടെ ഉരുട്ടിക്കൊണ്ട് പോകേണ്ടി വന്നു എന്നാണ് പറയുന്നത്. എനിക്ക് സങ്കടം തോന്നിയത്. കാരണം മൂപ്പര് വണ്ടി ഓടിച്ചു പോയത് രാത്രി നേരം വെളുത്തിട്ടുണ്ട്. അവിടെ എത്തിയപ്പോ വണ്ടി ഓടിച്ചു പോയത് എന്റെ നാട്ടിൽ കൂടെയാണ്. എന്റെ 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ കൂരിയാട്. പണ്ട് നമ്മളെ ആ റോഡ് NH66 പൊളിഞ്ഞില്ലേ, ആ സ്ഥലം അവിടെ. അതിന് തൊട്ടിപ്പുറത്ത് സർവീസ് റോഡ് കൂടെ വണ്ടി പോണേ. ആ NH66ന്റെ 6 വരി കൂടെ അല്ല, അവിടെ കുറച്ച് സർവീസ് റോഡാണ്. റോഡ് പണി നടക്കുന്നുള്ളൂ. അവിടെ കണ്ടം മുണ്ടം കിടക്കുകയാണ്, കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. ആ റോഡിൽ കൂടി ഈ ആരോഗ്യമന്ത്രിനെ ചാടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ദൈവത്തിലാണ് എനിക്കും ഭയങ്കര സങ്കടം തോന്നി. കാരണം ICUന്ന് ഇറങ്ങി വരുന്ന ഒരു മന്ത്രിയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയും ക്രൂരതയൊന്നും ആരോട് ചെയ്യരുത്. ഏതായാലും സർക്കാർ ആശുപത്രിയിൽ പോയ സാക്ഷാൽ ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ചോദ്യമാണ്, ഒന്നൊന്നര ചോദ്യമാണ്.
ഒരു ഗുരുതരാവസ്ഥ ബാധിച്ചിട്ട് ആരോഗ്യമന്ത്രി ഗവൺമെന്റ് ആശുപത്രി പോയപ്പോ, സർക്കാർ ആശുപത്രി പോയപ്പോ ആ ആരോഗ്യമന്ത്രിക്ക് അതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തായിരിക്കും അവസ്ഥ എന്നാണ് ചോദിക്കുന്നത്. അവസാനം ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ച് പിണറായിയുടെ മണ്ടയ്ക്ക് ഒരു ആണിയും കൂടെ അടിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തില് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വെറുതെ അല്ല, കാശുള്ളവർ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നതെന്ന്. മനസ്സിലായില്ലേ? അതായത് ഇവിടെ അയ്യപ്പന്റെ പണമായാലും അയ്യപ്പന്റെ എന്താ പറയാ കട്ടിളയായാലും വാതിൽപ്പളിയായാലും അതൊക്കെ കട്ടെടുക്കുന്നതിന്റെ പങ്കം കൈപ്പറ്റി, അതേപോലെ വയനാടിന്റെ പണം അല്ലേ, 800 കോടി രൂപ, 750 കോടി രൂപയിൽ 250 കോടി രൂപ ഒരാളും കലർന്ന് കൊടുക്കണതിന്റെ ബാക്കി കഴിച്ചിട്ടുള്ള 500 450 കോടി രൂപ അത്, പിന്നെ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ ഒരു 6-7 കോടി വേറെ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കോടികളൊക്കെ പിരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്, അതൊക്കെ അടിച്ചു മാറ്റിയെന്ന് പറയപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലോണം സ്വന്തം ഖജനാവിൽ പണമുള്ളത് കൊണ്ട് അങ്ങനെ പണമുള്ളവർക്ക് അത് എടുത്തുകൊണ്ട് എങ്ങോട്ടും പോകാമെന്ന് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വലിയൊരു തിരിച്ചുവരവ് ഒരുക്കാൻ ഇതിലും വലിയ സാഹചര്യം എന്താ വേണ്ടി? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ കളത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഏറ്റവും അധികം പ്രയാസവും ഏറ്റവും അധികം എന്താ പറയാ സങ്കടവും CPM-നാണ് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അതുകൊണ്ടാണ് അയാള് ഈ ഇലക്ഷനായിട്ട് ഒതുങ്ങി പെരയില് ഇരിക്കായിരുന്നു, യാതൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കായിരുന്നു. അയാളെ കുത്തി ഇറക്കി പുറത്തേക്ക് വിട്ടിട്ടേ അടങ്ങിയുള്ളൂ. ഏതായാലും കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളുടെ നില, ചികിത്സകളുടെ നില, അതുപോലെ മെഡിസിനുകളുടെ നില, പരിശോധിക്കാനുള്ള ഉപകരണങ്ങളുടെ നില, അത്യാധുനിക സൗകര്യങ്ങളുടെ നില ഒക്കെ എങ്ങനെയാണ് എന്ന് ആരോഗ്യമന്ത്രിയുടെ ആശുപത്രി വാസം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ നേരിട്ട് തന്നെ മനസ്സിലായി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ അത് കേരള ജനത വിശ്വസിക്കാനാണ് സാധ്യത. കാരണം ഈ കേരളം ആരോഗ്യ കേരളമെന്നും അത് നമ്പർ 1 ആണെന്നും പറഞ്ഞത് ഇതേ ആരോഗ്യമന്ത്രി തന്നെയാണ്. Different angles. Don't forget to subscribe and support this channel.